Hi everyone. ഈ വീഡിയോ ബേസിക്കലി യുപിയിൽ നിന്നിപ്പോൾ ഹൈസ്കൂളിലോട്ട് കയറിയ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, 9th-ലുള്ളവർക്കും 10th-ലുള്ളവർക്കും ഇത് കാണാം. 7th നിന്ന് 8th-ലേക്ക് വന്ന കുട്ടികൾ, അതായത് യുപിയിൽ നിന്ന് ഹൈസ്കൂളിലോട്ട് വന്ന കുട്ടികൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഇത് ഒരു കുട്ടി റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്, സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഐ തോട്ട് അബൌട്ട് ഇറ്റ്. അതായത് 7th-ൽ നിന്ന് വരുന്ന, അതായത് യുപിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് ഹൈസ്കൂളിലോട്ട് കയറുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാതെ ഇരിക്കും. അതായത് അവർക്കൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ട്. സോ ഈ വീഡിയോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഹൈസ്കൂൾ ഇസ് ഡിഫറെൻറ്റ് ഫ്രം യുപിയും ഹൈസ്കൂളും തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ യുപിയിൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പഠിക്കാറില്ല, പക്ഷേ ഹൈസ്കൂളിൽ അങ്ങനെയല്ല. ഒരു ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സിലബസ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആണ്. യുപിയിൽ ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരു ഒറ്റ സബ്ജക്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഹൈസ്കൂളിൽ അങ്ങനെയല്ല. ഈ ബേസിക് സയൻസിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഈ ഓരോ സബ്ജക്റ്റിനും ഓരോ കോൺസെപ്റ്റും, അതുപോലെ ഇത് പഠിക്കാനുള്ള ഓരോ വഴികളും ഉണ്ട്. ഫിസിക്സ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. കെമിസ്ട്രി റിയാക്ഷൻസ് മനസ്സിലാക്കുക, ഇക്വേഷൻസ് പഠിക്കുക, ഡെഫിനിഷൻസ് പഠിക്കുക, അതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പഠിക്കുക. ബയോളജി ഡയഗ്രാംസ് മനസ്സിലാക്കുക, പ്രോസസ്സ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക, അതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള പേരുകൾ പഠിക്കുക. ഇതാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് കണക്റ്റഡ് ആണ്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മൂന്നും ഒരേ ഒറ്റ വഴിയിലേക്ക് പഠിക്കരുത്. 3 പഠിക്കാനായിട്ടും അതിൻ്റേതായിട്ടുള്ള വേ ഓഫ് ലേണിംഗ് ഉണ്ട്. ഇനി നിങ്ങളുടെ ലൈഫിൽ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരണം. കാരണം നിങ്ങളിപ്പോൾ ഒരു അഡൾട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഡെയിലി റുട്ടീൻ നിങ്ങൾ കൊണ്ടുവരണം. മെയിനായിട്ട് അതിൽ സ്റ്റഡിയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നിങ്ങൾ ഡെയിലി പഠിക്കുക, എക്സാംസിന് മാത്രം പഠിക്കാതെ ഡെയിലി തന്നെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു പോവുകയും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു റിവിഷൻ ഉണ്ടായിരിക്കുകയും വേണം. ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 1 to 2 hours ഓഫ് സ്റ്റഡി ഈസ് ബെറ്റർ. നമ്മൾ യുപിയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ടീച്ചേഴ്സ് നോട്ട്സ് ഒക്കെ തരും, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പക്ഷേ ഹൈസ്കൂളിലോട്ട് കയറുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് വേണ്ട നോട്ട്സ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കാനുള്ളത്. എല്ലാ സ്കൂളിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ നമ്മൾ തന്നെയാണ് നോട്ട് ഉണ്ടാക്കുന്നത്. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്തും ഞങ്ങൾ തന്നെ നോട്ട്സുകൾ ഉണ്ടാക്കി ടീച്ചറിനെ സബ്മിറ്റ് ചെയ്യണം. നമ്മുടേതായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള സെന്റൻസസ് യൂസ് ചെയ്യണം. നമുക്ക് മനസ്സിലാക്കിയ കാര്യം കറക്റ്റായിട്ട് ആ നോട്ട്സിൽ എഴുതണം. അങ്ങനെ നമ്മൾ ടീച്ചറിനെ സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ടീച്ചർ തരുന്ന നോട്ട്സ് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, പഠിക്കാനായിട്ടും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ വേർഡ്സിൽ തന്നെ നോട്ട്സ് എഴുതി ശീലിക്കണം. ഫോർമുലാസും ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റും പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. എക്സാം ഡേയ്സിൽ മാത്രം ഇരുന്ന് പഠിക്കരുത്. ഞാൻ യുപിയിൽ ഫുള്ള് ചെയ്തിരുന്നൊരു കാര്യമാണ്. എക്സാം ഡേയ്സ് അല്ലെങ്കിൽ തലേ ദിവസം ഇരുന്ന് പഠിക്കും. പക്ഷെ ഹൈസ്കൂളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്, റിയാക്ഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് തലേ ദിവസം വരുന്ന ഒരിക്കലും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഡെയിലി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സയൻസ്. നമ്മൾ ഡെയിലി പഠിക്കണം, ഡെയിലി തന്നെ റിവൈസ് ചെയ്തും പോകണം. അതുകൊണ്ട് എക്സാം ഡേയ്സിൽ സയൻസ് പോലത്തുള്ള സബ്ജക്റ്റുകൾ പഠിക്കാതിരിക്കുക. അതുപോലെ തന്നെ എക്സാം ഡേയ്സിൽ വേറെ സബ്ജക്ട്സ്, ലാംഗ്വേജസ് പിന്നെയും പഠിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ സയൻസ് ഒക്കെ നിങ്ങൾ എക്സാം ഡേയ്സിൽ ഇരുന്ന് പഠിക്കരുത്. സോ കോൺസിസ്റ്റന്റ് ആയിട്ട് എന്നും നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു എക്സാം ഡേയ്സിലെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. യുപിയിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷും ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്. കാരണം HS ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് ഗ്രാമേഴ്സും ഒരുപാട് ടൈപ്സ് ഓഫ് ഗ്രാമേഴ്സും, അതുപോലെ ഇംഗ്ലീഷിലെ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ തന്നെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. എല്ലാ ദിവസവും ചാപ്റ്റേഴ്സ് നല്ല കെയർഫുള്ളി വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ വൊക്കാബുലറി നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. പുതിയ വാക്കുകൾ പഠിക്കുക, അത് നിങ്ങളുടെ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്യുക, അതിൻ്റെ അർത്ഥങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, അത് യൂസ് ചെയ്യുക. അതൊക്കെയാണ് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് പ്രാക്ടീസ് ഗ്രാമറിൽ ഞാനിപ്പോൾ മറ്റേ അഡ്ജക്റ്റീവ്, പ്രോണൗൺ അങ്ങനെ സെപ്പറേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. പക്ഷെ എന്താണ് ഗ്രാമർ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ HS കയറുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ, അത് എല്ലാ ടൈപ്പ് ഓഫ് ക്ലാസ്സുകളിലും ഉള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ തന്നെ, ബാക്കിൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴത്തേനും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഗ്രാമർ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് നന്നായിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ വൊക്കാബുലറി, അതുപോലെ ഗ്രാമർ യൂസേജ്, അതെല്ലാം നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ക്ലിയർ യുവർ ഡൗട്ട്സ് ഇമ്മീഡിയറ്റ്ലി. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ചോദിക്കാൻ മടിക്കരുത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ഞാനൊരു ഓൺലൈൻ ക്ലാസ്, അതായത് സൈലം ഒക്കെ കണ്ട് അവരുടെ ഡൗട്ട് തീർക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിലും തീരാത്ത ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ChatGPT അടുത്ത് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യും. ഈ ഡൗട്ട് എന്താണ് അത്ര ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധമായിട്ടും പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും കണക്റ്റഡ് ആണ്. ഓരോ സബ്ജക്ട്സ് അല്ല, സബ്ജക്റ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ് കണക്റ്റഡ് ആണ്. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്സ് കണക്റ്റഡ് ആണ്, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയും കണക്റ്റഡ് ആണ്. അപ്പോൾ ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മളൊരു ടോപ്പിക് ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാണ്. അതായത് എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഡൗട്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ചാപ്റ്റേഴ്സിന് അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു എൻറ്റയർ സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കൊളാപ്സ് ആയി പോകും. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്, ഡൗട്ട് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ 10ലൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിക്കും. എഴുതി പഠിക്കുന്നത് ശീലമാക്കണം. എന്തുകൊണ്ട്? കാരണം ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈസ്കൂളിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ഹൈസ്കൂളിൽ വരുമ്പോഴത്തേനും നമ്മൾ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് എഴുതാനും, നല്ല അക്ഷരത്തിൽ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ ഫാസ്റ്റ് ആയിട്ട് എഴുതാനും, ടൈം മാനേജ് ചെയ്ത് എഴുതാനും ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. എഴുതി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഒഴിവാക്കാനും സാധിക്കും. റിവൈസ് എവറി ഡേ ആൻഡ് വീക്ക്. ലാംഗ്വേജസ് ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള സയൻസും മാത്സും, അതായത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ആൻഡ് മാത്സ് നിങ്ങൾ എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം എക്സാമിൻ്റെ ആ ഒരു ടൈം ആവുന്ന സമയത്ത് ഒരുപാട് കിടന്ന ടെൻസ്റ്റും അതുപോലെ തന്നെ ആൻസൈറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് പഠിക്കുക. സ്കൂളും ട്യൂഷനും ഹോംവർക്കും റിവിഷനും റെസ്റ്റും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ പഠിച്ചു തുടങ്ങണം. അതുമാത്രമല്ല, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിലെ റഷ് ഒഴിവാക്കാനായിട്ടും സാധിക്കും. ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ഡെയിലി റുട്ടീൻ ടൈം ടേബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ടൈം ടേബിൾ, കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാന്നുള്ളത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ദാറ്റ്. രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് സ്കൂളിൽ പോകുന്നതും അതുപോലെ പഠിക്കാനുള്ള സ്റ്റഡി സെഷൻ 1, 2 എന്ന് പറഞ്ഞ സെപ്പറേറ്റഡ് ആയിട്ട് തിരിച്ചിട്ടുമുണ്ട്. അതുപോലെ രാത്രി കിടന്ന് ഉറങ്ങുന്ന ടൈം വരെ കൃത്യമായിട്ട് ഞാൻ എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. എപ്പോഴും നിങ്ങൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുക. അതാണ് നിങ്ങളുടെ കീ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഓരോ സബ്ജക്ട്സിനും ഓരോ നല്ല വൃത്തിയുള്ള നോട്ട്ബുക്സ് ഉണ്ടായിരിക്കണം. ഓരോ സബ്ജക്ട്സിനും ഒരു ഫയൽ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ആ ഫയലിൽ വെക്കണം. എന്തെങ്കിലും പേപ്പേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ SS-ന്റെ കാര്യം വരികയാണെങ്കിൽ മാപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സബ്ജക്ട്സിനും ഓരോ ഫയൽ വെക്കുന്നത് അത്രയും നല്ലതാണ്. എപ്പോഴും നിങ്ങൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണം. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബോർഡ് എക്സാം ആകുന്ന സമയത്ത്, അതായത് SSLC എക്സാം ആകുന്ന സമയത്ത് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമല്ല, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. നമ്മുടെ മെയിൻ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണാണ്. പഠിക്കുന്ന സമയത്ത് ആ ഒരു 7 അയലത്ത് നമ്മുടെ ഫോൺ ഉണ്ടായിരിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക. ഏറ്റവും നല്ലത് ഫോൺ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ മെയിൻ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോണാണ്. സോ ഫോൺ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോർഡ് എക്സാം ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഫോൺ അവോയ്ഡ് ചെയ്യാം. അതുപോലെ നന്നായിട്ട് പഠിക്കാനും പറ്റും. ഫോൺ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനൊന്നും പറയുന്നില്ല. ഒരു 30 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ പഠിച്ചിട്ട്, ഒരു 30 മിനിറ്റ്സ് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ഈ ഒരു 5 മിനിറ്റ്സ് ബ്രേക്കിൽ നിങ്ങൾ ഫോൺ കാണാൻ പാടില്ല. പക്ഷെ അതിന് ശേഷമൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർത്തതിന് ശേഷം ഒരു ടൈം, ഒരു 1/2 hour 15 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫോണൊക്കെ കാണാം. ടെക്സ്റ്റ് ബുക്സ് നന്നായിട്ട് വായിക്കുക. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനപ്പുറം പുറത്തു നിന്നുള്ള റെഫറൻസ് എടുത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ നോളജ് അത്രയും കയറും. നോട്ട്സിന് വേണ്ടിയിട്ടും റെഫറൻസസിന് വേണ്ടിയിട്ടും നിങ്ങൾ പല ടൈപ്പ് ഓഫ് ബുക്സ് യൂസ് ചെയ്യുക. അതായത് ഗൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗൈഡ്സ് യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. അതുപോലെ വീഡിയോസ് ഉണ്ട്, അതായത് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ട്. അതുപോലെ നമുക്ക് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് പലതരം വെബ്സൈറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HSS ലൈവ്, A+ ബ്ലോഗ് എന്നൊക്കെ പറയുന്ന പലതരം വെബ്സൈറ്റ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. സോ ഇതിലൊക്കെ കയറി നോട്ട്സ് എടുക്കുക, നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നോളജ് കയറും. ഇതിനൊക്കെ അപ്പുറം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ നോക്കണം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കമാണ്. ഉറക്കമില്ലാത്തത് കൊണ്ടാണ് ഒരുപാട് കുട്ടികൾക്ക് കറക്റ്റായിട്ട് പഠിച്ച കാര്യം ഓർമ്മയിൽ നിൽക്കാത്തതും മറന്നു പോവുകയും പിന്നെ ഏറ്റവും കൂടുതൽ ടയേർഡ്നെസ് ഒക്കെ ഉണ്ടാകുന്നതും. അപ്പം കുറഞ്ഞത് ഒരു 7 തൊട്ട് 9 മണിക്കൂർ വരെ കറക്റ്റായിട്ട് ഉറങ്ങണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. പിന്നെ എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസിൽ ഏർപ്പെടുകയോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നിങ്ങൾ മിസ്റ്റേക്സുകളിൽ നിന്ന് പഠിക്കണം. അതായത് ലോ മാർക്സ് കിട്ടുകയാണ്, മാർക്ക് കുറഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്രസ്ഡ് ആകാതെ എവിടെയാണ് എനിക്ക് തെറ്റിയത്, എവിടെയാണ് എൻ്റെ മാർക്ക് കുറഞ്ഞതെന്ന് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്നിട്ട് അടുത്തോട്ട് എക്സാം എഴുതുമ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക.
അതായത് നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരുന്ന സമയത്ത് എല്ലാത്തിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ടീച്ചർ പറയുകയാണ് ഇന്ന പേജിൽ ഇന്ന ഒരു ലൈൻസ് നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കുക അല്ലെങ്കിൽ വായിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഉറക്കെ വായിക്കുക. തെറ്റ് വരാതിരിക്കുക, പക്ഷെ കോൺഫിഡൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നല്ല സ്ഫുടതയോടുകൂടി നല്ല കോൺഫിഡൻസ് കൂടി ഇത് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പറ്റുന്ന സാഹചര്യങ്ങളിലും പറ്റുന്നപ്പോഴൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. ക്ലാസ് 8 ഈസ് യുവർ HS ലൈഫ് ഫൗണ്ടേഷൻ. അതായത് നിങ്ങളുടെ അടിത്തറ, ഹൈസ്കൂളിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ക്ലാസ് 8 ആണ്. ഈ ക്ലാസ് 8ലാണ് നമ്മൾ ഒട്ടുമിക്ക ബേസിക്കും പഠിക്കുന്നത്. സോ ഈ 8th സ്റ്റാൻഡേർഡിലെ മെയിൻ ആയിട്ടുള്ള ബേസിക്സ് ഇല്ലാതെ നമുക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ കോൺസെപ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 9th 10th നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോഴേ നല്ല ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടുവന്നാൽ ബോർഡ് എക്സാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. സോ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷനും പ്രാക്ടീസും കൺസിസ്റ്റൻസിയുമുള്ള ഒരു ഗ്രേഡാണ് അല്ലെങ്കിൽ ഒരു സെക്ഷനാണ് ഈ ഹൈസ്കൂൾ എന്ന് പറയുന്നത്. കൂടുതൽ സ്ട്രെസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറയുന്ന പോലെ, നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ബൈ.